പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 6 ഡിജിറ്റ്സ് ഇൻ ഡിസ്ഗൈസ് എന്നുള്ള പോർഷനാണ്. ഇതിനു മുമ്പുള്ള പോർഷൻസ് ഒക്കെ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഈ ഒരു പോർഷനിൽ എന്താണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം. യു ഹാവ് ഡൺ അരിത്മെറ്റിക് ഓപ്പറേഷൻസ് വിത്ത് നമ്പേഴ്സ്. ഹൗ അബൌട്ട് ഡൂയിങ് ദ സെയിം വിത്ത് ലെറ്റേഴ്സ്? അപ്പോൾ നമ്മൾ അരിത്മെറ്റിക് ഓപ്പറേഷൻസ്, അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ ഒക്കെ നമ്മൾ നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ലെറ്റേഴ്സ് വെച്ച് ചെയ്താൽ എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇൻ ദ കാൽക്കുലേഷൻ ബിലോ ഡിജിറ്റ്സ് ആർ റീപ്ലേസ്ഡ് ബൈ ലെറ്റേഴ്സ്. അപ്പോൾ ഇവിടെ ഈ താഴെ തന്നിരിക്കുന്ന ഈ ഒരു കാൽക്കുലേഷനിൽ ഡിജിറ്റ്സ് ലെറ്റേഴ്സ് യൂസ് ചെയ്ത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈച്ച് ലെറ്റർ സ്റ്റാൻഡ്സ് ഫോർ ദി പർട്ടിക്കുലർ ഡിജിറ്റ് 0 to 9. യു ഹാവ് ടു ഫിഗർ ഔട്ട് വിച്ച് ഡിജിറ്റ് ഈച്ച് ലെറ്റർ സ്റ്റാൻഡ്സ് ഫോർ. അപ്പോൾ ഇവിടെ ഈ തന്നിരിക്കുന്ന ലെറ്ററിനെ 0 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അതേതാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഹിയർ വി ഹാവ് എ 1 ഡിജിറ്റ് നമ്പർ. ഇവിടെ നമുക്ക് 1 ഡിജിറ്റ് നമ്പറാണ് തന്നിട്ടുള്ളത്. വെൻ ആഡഡ് ടു ഇറ്റ് സെൽഫ് ട്വൈസ് ഗിവ്സ് എ 2 ഡിജിറ്റ് സം. ദെൻ ദ ഡിജിറ്റ് ഓഫ് ദി സം ഈസ് ദ സെയിം ആസ് ദ സിംഗിൾ ഡിജിറ്റ് ബീയിങ് ആഡഡ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ നമ്മൾക്ക് 3 ടൈംസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ 1 ഡിജിറ്റ് നമ്പർ 3 ടൈംസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു 2 ഡിജിറ്റ് നമ്പറാണ്. പക്ഷേ ഈ 2 ഡിജിറ്റ് നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്താണ്? ഈ ഇവിടെ വന്നിട്ടുള്ള ഈ സിംഗിൾ ഡിജിറ്റിൻ്റെ സെയിം നമ്പർ തന്നെയാണ്. അതുകൊണ്ടാണ് ടി തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത്. മനസ്സിലായല്ലോ? ഈ 3 ഡിജിറ്റുകളും സെയിം ആണ്. മനസ്സിലായോ? അതായത് ആഡ് ചെയ്യുമ്പോൾ ഈ 3 ഡിജിറ്റുകളും സെയിം ആണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസറിൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ വരുന്ന ഡിജിറ്റും സെയിം ആയിട്ട് തന്നെ കിട്ടണം. അപ്പോൾ ഇവിടെ നമുക്ക് ടി എന്തായിട്ട് എടുക്കാം? 2 ആയിട്ട് എടുക്കാൻ പറ്റുമോ? 2 ആയിട്ട് എടുത്താൽ 2 + 2 + 2 നമുക്ക് 6 വരത്തുള്ളൂ, 1 ഡിജിറ്റേ വരത്തുള്ളൂ. 3 എടുത്താലോ? 3 എടുത്താൽ 9 വരത്തുള്ളൂ. അപ്പോൾ ടി നമുക്ക് എന്തെടുക്കാം? ടി നമുക്ക് 5 എടുത്ത് നോക്കാം. 5 + 5 + 5 എന്ത് വരും? 15. കണ്ടോ? നമുക്ക് കിട്ടിയ ആൻസറിൻ്റെ യൂണിറ്റ് ഡിജിറ്റും 5 തന്നെ വന്നു. ഇനി വേറൊരു എക്സാമ്പിൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. K2 + K2 = HMM. അപ്പോൾ ഇതാ ഇവിടെ നോക്കിയേ, ഇവിടെ രണ്ടും 2 ആണ്. യൂണിറ്റ് ഡിജിറ്റ് രണ്ടും 2 ആണ്. ഇനി ഇവിടെ വരുന്ന 2 ഡിജിറ്റുകളും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 2ഉം 2ഉം കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 4 ആണ് വരിക, അല്ലേ? ഇനി ഈ കെയും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന അന്നേരം കെയും കൂടെ ആഡ് ചെയ്യുമ്പം ഒരു 2 ഡിജിറ്റ് നമ്പറാണ് കിട്ടുക. അതിൻ്റെ ഫസ്റ്റ് വരുന്ന നമ്പർ എന്തായിരിക്കണം? 4 ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ 4 വരണമെങ്കിൽ ഒരേപോലത്തെ 2 നമ്പറുകളായിരിക്കണം. നമുക്ക് എന്തെടുക്കാം? 7ഉം 7ഉം എടുക്കാം, അല്ലേ? 7ഉം 7ഉം 7 + 7 14. കണ്ടോ? ഇപ്പോൾ എം നമുക്ക് 4 ആയിട്ടാണ് കിട്ടിയത്. 14ൻ്റെ യൂണിറ്റ് ഡിജിറ്റും 4 ആണ്. അപ്പോൾ ഒരേപോലെ നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ 72ഉം നമുക്ക് 144 എന്ന് കിട്ടി. മനസ്സിലായല്ലോ? അപ്പോൾ ഇതേപോലെ നിങ്ങൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്കിവിടെ 4 എണ്ണം ഇതേപോലെ തന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. നോക്കിയേ, y + z = ZOO. അപ്പോൾ ഇവിടുത്തെ ഈ 2 ഡിജിറ്റുകളും ഒരേപോലത്തെയാണ്, അല്ലേ? അപ്പോൾ ഇത് 2 ഡിജിറ്റ് നമ്പറാണ്, ഇത് 1 ഡിജിറ്റ് നമ്പറാണ്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 ഡിജിറ്റ് നമ്പർ കിട്ടണം. അപ്പോൾ ഇവിടെ ഒരേപോലെയുള്ള നമ്പറിൻ്റെ കൂടെ 1 ഡിജിറ്റ് ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്, അല്ലേ? അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക? ഒന്നെങ്കിൽ 99 ആയിരിക്കും, അല്ലെങ്കിൽ 88 ആയിരിക്കും. അതുപോലുള്ള ഏതെങ്കിലും നമ്പറുകളായിരിക്കും വരിക. y 9 ആയിട്ട് എടുത്താൽ എന്ത് വരും? 99 വരും. z അപ്പം നമുക്ക് എന്തായിട്ട് എടുക്കാം? 1 ആയിട്ട് എടുക്കാം. അപ്പോൾ എന്തായി? 100 ആയി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ 2 ഡിജിറ്റുകൾ ഒരേപോലെയാണ് വരേണ്ടത്. രണ്ടും 00 വന്ന് കണ്ടോ? ഇനി 99ൻ്റെ കൂടെ നിങ്ങളിവിടെ 2 എടുത്താൽ എന്ത് സംഭവിക്കും? 101 വരും. അപ്പോൾ ഈ 2 ഡിജിറ്റുകൾ ഒരേപോലെ ആയിരിക്കില്ല വരുന്നത്. ഈ 2 ഡിജിറ്റുകളും ഒരേപോലെ വരണം. ഓ നമുക്ക് 0 ആയിട്ടാണ് കിട്ടിയത്. ഇനി അടുത്ത് നോക്കിയേ, B5 + 3D = ED5. അപ്പോൾ ഇതാ ഇവിടെ 1ൻ്റെ ഡിജിറ്റിൽ 5 ആണ്, ഇവിടെ 3 ആണ്,
നമുക്ക് തന്നിട്ടുള്ള ഡിജിറ്റുകൾ മാത്രം നമുക്ക് ഇങ്ങോട്ടൊന്ന് എഴുതുക 5. അപ്പോൾ ഇവിടെ 5 ആണ്, ഇവിടെയുള്ളത് നമുക്കറിയില്ല. ആൻസറും 5 കിട്ടണം. ഇവിടെ എന്ത് വരണം? 0 വരണം. ഓക്കെ, അപ്പോൾ 5 + 0 5. അപ്പോൾ ഡി എന്ന് പറയുന്നത് നമ്മൾ 0 ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെയും എന്ത് വരണം? 0 വരണം. ഇവിടെയും ഡി ആണ് അല്ലേ, 0 വരണം. അപ്പോൾ ഇവിടെ 3യുടെ കൂടെ എത്ര ആഡ് ചെയ്യണം? ഇവിടെ നമുക്ക് 7 ആഡ് ചെയ്യാം. 7 + 3 10. കണ്ടോ, 105. അപ്പോൾ ഡി എത്ര പ്രാവശ്യമുണ്ടോ, ഡി ഏതാണോ നമ്മൾ ഡിജിറ്റ് എടുക്കുന്നത് അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരണം കേട്ടോ. ഇനി ഇവിടെ നോക്കിയേ, KP + KP ചെയ്യുമ്പോൾ PRR കിട്ടണം. അതായത് യൂണിറ്റ് ഡിജിറ്റിലും ഒരേ നമ്പറാണ്, ടെൻസിൻ്റെ പ്ലേസിലും ഒരേ നമ്പറാണ് വരേണ്ടത്. നമുക്ക് കിട്ടുന്ന ആൻസറിൽ ഇവിടെ ഒരേ നമ്പർ തന്നെ കിട്ടണം. അങ്ങനെയുള്ള നമ്പർ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം? അതായത് 2 2 ഡിജിറ്റ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 ഡിജിറ്റ് കിട്ടണം. അപ്പോൾ നമുക്ക് P 1 ആയിട്ട് എടുക്കാം. P നമ്മൾ 1 ആയിട്ട് എടുത്തു. അപ്പോൾ 1 + 1 നമുക്ക് 2 കിട്ടി. ഇവിടെ 2 കിട്ടിയെങ്കിൽ ഇവിടെ വരുന്ന അടുത്ത ഡിജിറ്റും എന്തായിരിക്കണം? 2 ആയിരിക്കണം. പക്ഷേ ഇവിടുത്തെ 2 ഡിജിറ്റുകൾ ആഡ് ചെയ്യുമ്പോൾ 2 ഡിജിറ്റ് നമ്പർ കിട്ടണം അല്ലേ. അപ്പോൾ ഇവിടെ 2 വരണമെങ്കിൽ നമുക്ക് 6 എടുക്കാം ഇവിടെ അല്ലേ. 6 + 6 12. അപ്പോൾ നമുക്ക് 3 ഡിജിറ്റ് കിട്ടിയല്ലോ, കണ്ടോ. അപ്പോൾ 61ഉം 61ഉം എടുത്താൽ 122 കിട്ടി. അടുത്ത C1 + C = 1F of. അപ്പോൾ ഇവിടെ 1 ആണ്. ഇവിടെ വരുന്ന ഡിജിറ്റും ഇവിടെ വരുന്ന ഡിജിറ്റും ഒരേപോലെ ആയിരിക്കണം. അപ്പോൾ 3 ഡിജിറ്റ് നമ്പർ ആയിരിക്കണം കിട്ടുന്നത്. എഫും 2 ഡിജിറ്റുകളും ഒരേപോലെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് 9 എടുത്ത് നോക്കാം. ഇവിടെ 9, ഇവിടെ 9. 9 + 1 10, 9 + 1 10. കണ്ടോ, സി നമ്മൾ 9 എടുത്തു, എഫ് നമുക്ക് 0 എന്നും കിട്ടി. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കണം. ഒരു ലെറ്ററിന് നമ്മൾ ഏത് നമ്പർ എടുക്കുന്നോ അത് തന്നെ ആയിരിക്കണം നമ്മൾ ആ ലെറ്ററിനെല്ലാം യൂസ്. ബി ഇപ്പം നമ്മൾ 3 എന്നെടുക്കുകയാണെങ്കിൽ എത്ര ബി ഉണ്ടോ അതിനെല്ലാം 3 തന്നെ ആയിരിക്കണം. മനസ്സിലായല്ലോ. അപ്പോൾ ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിപ്റ്റാറിതംസ് ഓർ ആൽഫമെറ്റിക്സ്. മനസ്സിലായല്ലോ, ഈ പേര് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിലെ പോർഷൻസ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഫിഗർ ഇറ്റ് ഔട്ട് ആണ് ചെയ്യാനുള്ളത്. അതുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.